ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ കടത്തിവിടാൻ ഇറാനുമായി ചർച്ചകൾ തുടരുന്നതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഇതിന്റെ ആദ്യഘട്ട വിജയം മാത്രമാണ് 2 കപ്പലുകൾ ഗ്യാസുമായി ഹോർമൂസ് കടന്നത്. എന്നാൽ എല്ലാ ഇന്ത്യൻ കപ്പലുകൾക്കും സുഗമമായി കടന്നുപോകാൻ ഹോർമൂസ് സ്ട്രിപ്പ് തുറന്നു നൽകും എന്നല്ല ഇത് അർത്ഥമാക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഫിനാൻഷ്യൽ ടൈംസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചർച്ചകൾ തുടരുകയാണ്. ചർച്ചകൾ തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും എസ് ജയശങ്കർ ഓർമ്മപ്പെടുത്തി. 92,700 ടൺ LPGയുമായി ഇന്ത്യൻ കപ്പലുകൾ ശിവാലിക്കും നന്ദാദേവിയുമാണ് പ്രത്യേക അനുമതിയോടെ കടലിടുക്ക് താണ്ടിയത്. 22 കപ്പലുകളാണ് ഇനിയും അനുമതിക്കായി കാത്തിരിക്കുന്നത്. ഇന്ത്യയുടെ 45 മുതൽ 50% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും കടന്നുവരുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ്. അതുകൊണ്ടുതന്നെ ഇറാനുമായുള്ള തന്ത്രപ്രധാന നയതന്ത്രം സൂക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ അനിവാര്യതയുമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ദിവസങ്ങൾ നീളുമ്പോൾ ഇന്ത്യക്ക് മുമ്പാകെ സങ്കീർണമായ നയതന്ത്ര സാഹചര്യങ്ങളാണ് ഉടലെടുക്കുന്നത്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് ബലമായി തുറക്കാൻ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ സഖ്യകക്ഷികളുമായും ചൈനയുമായും US ചർച്ച നടത്തി. ഹോർമൂസിൽ ഇറാനെതിരായ സൈനിക നടപടിക്ക് കൂടുതൽ രാജ്യങ്ങൾ സൈനികമായി പങ്കുചേരാനാണ് US അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ സൈനിക നീക്കത്തിന് അനുകൂലമായി ആരും പ്രതികരിക്കാത്തത് അമേരിക്കയ്ക്ക് തിരിച്ചടിയാവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 4,335 വിമാന സർവീസുകൾ ഇതിനകം റദ്ദാക്കിയതായി ഇന്ത്യൻ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. വിദേശ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള 1,187 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. മാർച്ച് 16 ഇന്ന് 6 ബാലിസ്റ്റിക് മിസൈലുകളും 21 ഡ്രോണുകളുമാണ് ഇറാൻ UAEക്കെതിരെ പ്രയോഗിച്ചത്. ഇത് വിജയകരമായി പ്രതിരോധിച്ചതായും UAE എയർ ഡിഫൻസ് അറിയിച്ചു. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ നാൾ മുതൽ 304 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1,627 ഡ്രോണുകളും UAEക്കെതിരെ പ്രയോഗിച്ചതായും പ്രതിരോധ മന്ത്രാലയം കണക്കുകൾ നിരത്തി. സായുധ സേനയിലെ 2 അംഗങ്ങളും 5 സിവിലിയന്മാരുമടക്കം 7 പേർക്കാണ് UAEയിൽ ജീവഹാനിയുണ്ടായത്. 145 പേർക്ക് പരിക്കേറ്റു.